ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 വേണ്ടി കാത്തിരുന്ന ബിഗ് ബോസ് ആരാധകർക്കായി ഒരു സന്തോഷ വാർത്ത ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമോ ആയിരിക്കും ഗ്രാൻഡ് ലോഞ്ചിങ്, അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 6 ഗ്രാൻഡ് ലോഞ്ചിങ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ കൃത്യമായ തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് തന്നെയാണ് ബിഗ് ബോസ് ഗ്രാൻഡ് ലോഞ്ചിങ്ങിൻ്റെ തീയതി പുറത്തുവിട്ടിരിക്കുന്നത്. ആ മഹാദിവസം 2024 മാർച്ച് 10-നാണ്. അതെ, മാർച്ച് മാസം 10-ാം തീയതി ആരംഭിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6. ഞായറാഴ്ച വൈകുന്നേരം 7 മണി മുതൽ, 10-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 7 മണി മുതലായിരിക്കും ലോഞ്ചിങ് എപ്പിസോഡ് ആരംഭിക്കുക. ഈ എപ്പിസോഡിലായിരിക്കും ആരൊക്കെയാവും ഇത്തവണ ഷോയിൽ മത്സരിക്കാൻ എത്തുന്ന മത്സരാർത്ഥികൾ എന്ന് പ്രേക്ഷകർ അറിയുക. സിനിമ, സീരിയൽ, സ്പോർട്സ്, മ്യൂസിക്, സോഷ്യൽ മീഡിയ തുടങ്ങി നിരവധി മേഖലകളിലുള്ള പല പേരുവിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ മേഖലകളിൽ നിന്നെല്ലാം ആരെങ്കിലുമൊക്കെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ചാനൽ പുറത്തുവിട്ട പ്രൊമോ വീഡിയോയിലൂടെയാണ് ഗ്രാൻഡ് ലോഞ്ചിങ് ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഈ പ്രൊമോ വീഡിയോ നേരത്തെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പ്രൊമോ ആണ്. ഗ്രാൻഡ് ലോഞ്ചിങ് ഡേറ്റിനായി പുതിയ പ്രൊമോ വീഡിയോ എടുത്തിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവതാരകനായി എത്തുന്ന ലാലേട്ടൻ്റെ സിനിമകളുടെ തിരക്കുമായി വിദേശത്താണ്. അതുകൊണ്ട് തന്നെയാവും പ്രൊമോ വീഡിയോകൾ പുറത്തു വരാൻ താമസിക്കുന്നത്. മാർച്ച് 5 ലാലേട്ടൻ ചെന്നൈയിലെത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 പ്രൊമോ വീഡിയോകൾ മാത്രമാണ് ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇറങ്ങിയിട്ടുള്ളത്. പ്രൊമോ വീഡിയോകളുടെ അഭാവം ബിഗ് ബോസ് മലയാളം സീസൺ 6 ചർച്ചകൾക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഷോ തുടങ്ങുമ്പോഴേക്കും ഇൻട്രസ്റ്റ് ആകും എന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ 5 സീസണുകളിൽ മങ്ങിയ സീസൺ ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും കഴിഞ്ഞ സീസൺ, അതായത് 5-ാം സീസൺ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും. കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റൻസിന് കൺഫർമേഷൻ കിട്ടിയ ശേഷം മീറ്റിങ്ങുകൾ വച്ച് ഗെയിം പ്ലാൻ തയ്യാറാക്കി കൂട്ടുചേർന്ന് ഷോയിലേക്ക് കയറി എന്നൊരു സംസാരം കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ബിഗ് ബോസ് മലയാളം സീസൺ 5 മാത്രമല്ല, 2 മുതൽ എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ ഒരു സംശയം കാണുന്ന പ്രേക്ഷകർക്ക് തോന്നും. സീസൺ 2-ലായാലും 3-ലായാലും ഒക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് കയറിയ കണ്ടസ്റ്റൻസ് അതിലുണ്ട് എന്ന് പ്രേക്ഷകർക്ക് സംശയം തോന്നുന്ന കണ്ടസ്റ്റൻസ് അതിൽ എല്ലാ സീസണുകളിലും, അതായത് സീസൺ 2 മുതൽ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും നേരത്തെ പ്ലാൻ ചെയ്ത് കയറിയവർ ഇതിലുണ്ട് എന്ന് തന്നെ മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാവും സംഘാടകർ ഇത് ഇത്രയും നാളായിട്ടും പുതിയ സീസണിലേക്കുള്ള, അതായത് ബിഗ് ബോസ് മലയാള സീസണിലുള്ള കണ്ടസ്റ്റൻസിന് കൺഫർമേഷൻ കൊടുക്കാൻ താമസിക്കുന്നത്. ഈ സംസാരത്തിനെയൊക്കെ ഖണ്ഡിക്കുന്ന രീതിയിൽ സംഘാടകർക്ക് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കി കൊടുത്തത് 5-ാം സീസണാണ് എന്നൊരു വാദവുമായി കഴിഞ്ഞ സീസൺ വിജയി അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ആ സീസൺ അൾട്ടർ ഫ്ലോപ്പായിരുന്നു എന്നും അതുകൊണ്ടാണ് അതിന് മുൻപുള്ള സീസണുകളിലെ കണ്ടസ്റ്റൻസായ പൊളിഫിറോസ്, റോബിൻ രാധാകൃഷ്ണൻ, റിയാസ്, ഡോക്ടർ രജിത് കുമാർ എന്നിവരെ ഹൗസിനുള്ളിലേക്ക് കടത്തിവിട്ടത് എന്നും വാദിച്ചുകൊണ്ട് പൊളിഫിറോസും ഡോക്ടർ രജിത് കുമാറുമൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ പൊളിഫിറോസ് പറഞ്ഞതിനോട് അടുത്ത് നിൽക്കാനാണ് കഴിയുക. ആദ്യം മുതൽ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കളിയായി തന്നെയാണ് കഴിഞ്ഞ സീസൺ ഫീൽ ചെയ്തിരുന്നത്. വന്നപ്പോൾ തന്നെ ട്രോഫി ആർക്ക് കൊടുക്കണം എന്നൊരു ധാരണയിലെത്തുകയും അതനുസരിച്ച് ഗെയിം കൊണ്ടുപോവുകയും ചെയ്തൊരു സീസണായി തന്നെ കാഴ്ചക്കാർക്ക് അനുഭവപ്പെട്ടു എന്നത് സത്യമായൊരു കാര്യമാണ്. പിന്നെ ടോക്സിസിറ്റി ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ സീസണിൽ, അതുകൊണ്ടാണ് ആളുകൾക്ക് ഇൻട്രസ്റ്റ് ആവാത്തത് എന്നൊരു വാദവും ഉന്നയിച്ച് കേട്ടു. സത്യത്തിൽ ടോക്സിസിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിലും വേണ്ടുവോളം ടോക്സിസിറ്റി ഉണ്ടായിരുന്നു. ആദ്യം മുതൽ തന്നെ ടോക്സിസിറ്റി പ്രകടമായി കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മീറ്റിംഗ് ഒന്നും നടന്നതറിയാതെ ഹൗസിനുള്ളിൽ കയറിയ കണ്ടസ്റ്റൻസ് കഥയറിയാതെ ആട്ടം കാണുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതായും തോന്നിയിരുന്നു. കഴിഞ്ഞ സീസണിൽ മാത്രമല്ല, അതിനു മുമ്പുള്ള ചില സീസണുകളിലും അങ്ങനെ തന്നെയാണ്. കുറേ പേർ ഗെയിമൊക്കെ പ്ലാൻ ചെയ്ത്, അതായത് ഒരേ മേഖലയിലുള്ള 4-5 പേരെയൊക്കെ വിളിക്കുമ്പോൾ
അവർ സ്വാഭാവികമായിട്ടും ഞാനുണ്ട് നീയുണ്ടെന്ന് പറഞ്ഞ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും നമുക്ക് ഒന്നിച്ച് നിൽക്കാം എന്നൊരു ധാരണയെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അറിയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴത് പരക്കെ ഒന്ന് വ്യാപിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും അറിയാതെ ആദ്യമായി വീടിനുള്ളിലേക്ക് കയറി വന്ന് അന്തം വിട്ട് നിൽക്കുന്ന ചില കണ്ടസ്റ്റൻസിനെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അവർ മറ്റുള്ളവരുടെ ആ ഒരു പ്ലാനിംഗ് ഒന്നും അറിയാതെ ഇങ്ങനെ അവരുടെ വഴിയിലൂടെ പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ടോക്സിസിറ്റിയൊക്കെ വേണ്ടുവോളം സ്പ്രെഡ് ചെയ്ത സീസൺ തന്നെയായിരുന്നു കഴിഞ്ഞ സീസൺ എന്ന് തന്നെയാണ് അനുഭവം. എന്തായാലും ഇത്തരത്തിൽ തങ്ങളുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് ഷോ കാണുന്ന പ്രേക്ഷകരെ വിഡ്ഢിയാക്കുന്ന തരത്തിൽ ഷോ മാറാതിരിക്കാൻ അണിയറ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നു എന്ന അറിവ് തന്നെ സന്തോഷം തരുന്നതാണ്. അതായത് അതില്ലാതിരിക്കാൻ വേണ്ടി അവർക്ക് നേരത്തെ കൺഫർമേഷൻ കൊടുക്കാതെ, അവരെ നേരത്തെ അറിയിക്കാതെ, കഴിയുന്നതും അവർ തമ്മിൽ ഒത്തുചേരാതെ ഹൗസിനുള്ളിലേക്ക് കയറാൻ ശ്രദ്ധിക്കുന്നു എന്നൊരു സംസാരം കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ വളരെ നല്ലത് തന്നെ. സംഘാടകർ, അണിയറ പ്രവർത്തകർ ചെയ്യുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഷോ വിജയിക്കുക എന്നുള്ളത് അണിയറ പ്രവർത്തകർക്കും ആവശ്യമായ കാര്യമാണ്. അത് സംഘടിക്കുന്നവർക്ക് ഷോ വിജയിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് അവർ ഷോ നടത്തുന്നത്? അതുകൊണ്ട് തന്നെ അവർക്കത് വിജയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരിക്കും ഉണ്ടാവുക. അത് പ്രേക്ഷകർക്കും വളരെ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. കണ്ടസ്റ്റൻസ് ആയാലും അണിയറ പ്രവർത്തകർക്കായാലും പ്രേക്ഷകരെ മണ്ടരാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലെങ്കിൽ കഴിഞ്ഞ സീസൺ പോലെ തകർന്ന് ഷോ തന്നെ നിർത്തേണ്ടി വരും എന്ന് ഓർത്താൽ നല്ലത്. എന്തായാലും ബിഗ് ബോസ് ആരംഭിക്കുന്ന തീയതി, ബിഗ് ബോസ് മലയാളം സീസൺ ആരംഭിക്കുന്ന തീയതി മാർച്ച് 10 പ്രേക്ഷകർക്ക് വേണ്ടി അറിയിച്ചിട്ടുണ്ട്. ലോഞ്ചിങ് എപ്പിസോഡിന് ശേഷമുള്ള അടുത്ത ദിവസം മുതൽ 9 മുതൽ 10 വരെ ആയിരിക്കും, രാത്രി 9 മുതൽ 10 വരെ ആയിരിക്കും ഡെയിലി എപ്പിസോഡുകൾ ഏഷ്യാനെറ്റിലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും സംപ്രേഷണം ചെയ്യും. അടുത്ത ദിവസം മുതൽ 24x ലൈവ് ഉണ്ടായിരിക്കും. ലൈവ് എന്നാണ് പറയുന്നതെങ്കിലും അത് സംപ്രേഷണം ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ ആയിരിക്കും. എഡിറ്റിങ്ങും ആയിരിക്കും. സാറ്റർഡേ ആൻഡ് സൺഡേ ലാലേട്ടൻ്റെ എപ്പിസോഡുകളായിരിക്കും. വീക്കെൻഡ് ആയിരിക്കും എലിമിനേഷൻ നടക്കുക. അതായത് ലാലേട്ടൻ്റെ എപ്പിസോഡുകളിലായിരിക്കും എലിമിനേഷൻ നടക്കുക. വോട്ടിംഗ് തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും. ഒരാൾക്ക് ഒരു വോട്ട് എന്ന നിലയിലായിരുന്നു കഴിഞ്ഞ വർഷം വോട്ടിംഗ് നടന്നിരുന്നത്. അതിന് മുൻപ് വരെ ഒരാൾക്ക് ഒരു ദിവസം 50 വോട്ടുകളായിരുന്നു ചെയ്യാൻ കഴിയുമായിരുന്നത്. ഗെയിം ഇൻട്രസ്റ്റഡ് ആയാൽ ഒരാൾ ആകുന്നത് 50 വോട്ടുകൾ ചെയ്യുക എന്ന രീതി തന്നെയായിരുന്നു നല്ലത് എന്ന അഭിപ്രായമാണ് എനിക്ക് തോന്നുന്നത്. ഒരാൾക്ക് 50 വോട്ടുകൾ ചെയ്യുക, അപ്പോൾ വോട്ട് ചെയ്യാൻ തന്നെ ഒരു രസമായിരിക്കും, വോട്ട് ചെയ്യാൻ കാത്തിരിക്കും. അതുകൊണ്ട് കുറച്ചുകൂടി ആ ഷോയുമായി ജനങ്ങൾ അടുത്ത് നിൽക്കും 50 വോട്ടുകൾ ആക്കി മാറ്റിയാൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അഭിപ്രായം ഡിപ്പെൻഡഡ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒരു വോട്ട് ഒരാൾ ചെയ്യുന്നതാണോ, അവർക്ക് 50 വോട്ടുകൾ ചെയ്യാൻ സാധിക്കുന്നതാണോ നല്ലത്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഇവ ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.